നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. നാവികസേന ഉദ്യോഗസ്ഥനായി വേഷം മാറിയ ആൾ നേവൽ റെസിഡൻഷ്യൽ ഏരിയയിൽ നിന്ന് ആയുധങ്ങളുമായി കടന്നുകളഞ്ഞു. ഇൻസാസ് റൈഫിളും വെടിയുണ്ടകളുമാണ് അടിച്ചുമാറ്റിയത്. ശനിയാഴ്ച രാത്രിയാണ് സുരക്ഷാ വീഴ്ച റിപ്പോർട്ട് ചെയ്തത്. കാവൽ ജോലിയിലുണ്ടായിരുന്ന ജൂനിയർ നാവികനെ കളിപ്പിച്ചാണ് ഇയാൾ ആയുധം കൈവശപ്പെടുത്തിയത്. തുടർന്ന് ഇയാളെ കാണാതാവുകയായിരുന്നു. ശനിയാഴ്ച രാത്രിയിലാണ് സംഭവം. കാവൽ ജോലിയിലുണ്ടായിരുന്ന ജൂനിയർ നാവികന്റെ അടുത്തേക്ക് നാവികസേനയുടെ യൂണിഫോം ധരിച്ച ഒരാൾ എത്തുകയായിരുന്നു. പകരക്കാരനായി വന്നതാണെന്ന ഭാവേന ഇയാൾ ആയുധം കൈമാറാൻ നാവികനോട് ആവശ്യപ്പെടുകയായിരുന്നു. ഇയാളെ വിശ്വസിച്ച് നാവികൻ തോക്കും വെടിയുണ്ടകളും കൈമാറുകയും ചെയ്തു. എന്നാൽ താമസിയാതെ ആൾമാറാട്ടക്കാരൻ അവിടെ നിന്ന് അപ്രത്യക്ഷനായി. ഇതോടെയാണ് അബദ്ധം മനസ്സിലായത്. ഇയാളെ കണ്ടെത്താൻ നാവികസേനയും മുംബൈ പോലീസും അന്വേഷണം ആരംഭിച്ചു. തോക്ക് കണ്ടെത്താനും ആൾമാറാട്ടക്കാരനെ പിടികൂടാനുമായി വ്യാപകമായ തെരച്ചിലാണ് നടത്തുന്നത്. മോഷണം പോയ ആയുധവും വെടിക്കോപ്പുകളും കണ്ടെത്താനായി പ്രദേശം അരിച്ചുപെറുക്കുന്നുണ്ടെന്നും നാവികസേന അറിയിച്ചു. ഇതിന്റെ ഭാഗമായി ആയുധം കൈമാറിയ നാവിക ഉദ്യോഗസ്ഥനെയും ചോദ്യം ചെയ്തു വരികയാണ്. സംഭവിച്ചത് ഗുരുതരമായ പ്രോട്ടോകോൾ ലംഘനമാണെന്നാണ് അധികൃതരുടെ പക്ഷം. ആൾമാറാട്ടക്കാരൻ റെസിഡൻഷ്യൽ കോംപ്ലക്സിൽ പ്രവേശിക്കാൻ ഇടയായതിലെ വീഴ്ചയും പരിശോധിക്കുന്നുണ്ട്.